LibreOffice Writer allows you to store the document on your computer. It can be opened whenever you want. To save a document, follow these given steps. Step 1. Click on File menu. Step 2. Click on Save option. The Save As dialog box appears. Step 3. Type file name as My Typing in File Name box. Step 4. Click on the Save button. LibreOffice Writer automatically add a period and an extension ODT to the file name when the document is saved. The name untitled one on the title bar is replaced with the new file name mytyping.odt. Neha knows another two methods to save a file into computer. They are 1. Click on Save icon from standard toolbar. 2. Press the shortcut key Ctrl+S to save a document. ടൈപ്പ് ചെയ്ത ഡോക്യുമെന്റിനെ സേവ് ചെയ്യാൻ നിരവധി മാർഗങ്ങളുണ്ട്. അതിൽ ചിലത് നമുക്ക് നോക്കാം. നമ്മൾ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്താൽ മാത്രം പോരാ. ടൈപ്പ് ചെയ്തത് നമുക്ക് നഷ്ടപ്പെടാതെ പിന്നീട് ആവശ്യമുള്ളപ്പോൾ ഓപ്പൺ ചെയ്ത് ഉപയോഗിക്കാനും സേവ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പം എങ്ങനെ സേവ് ചെയ്യാം എന്ന് നോക്കാം. നമ്മൾ ലിബ്രെഓഫീസ് ഓപ്പൺ ചെയ്യാൻ പോവാണ്. നമ്മൾ ലിബ്രെഓഫീസ് ഓപ്പൺ ചെയ്തു. അതിൽ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാം. സേവ് ചെയ്യാൻ വേണ്ടി ഫയലിൽ സേവ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അവിടെ അൺടൈറ്റിൽഡ് 1 എന്ന് കാണാം. അത് ആ പേര് മാറ്റി നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാവുന്ന. നമുക്കിവിടെ മൈ ടൈപ്പിംഗ് എന്ന് കൊടുക്കാം. അത് സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ടൈറ്റിൽ ബാറിൽ നമ്മൾ ടൈപ്പ് ചെയ്ത പേര് വന്നതായിട്ട് കാണാം. നമുക്ക് ഇതുകൂടാതെ മറ്റു രീതിയിലും സേവ് ചെയ്യാവുന്നതാണ്. നമുക്ക് സ്റ്റാൻഡേർഡ് ടൂൾ ബാറിലുള്ള സേവ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ടും സേവ് ചെയ്യാവുന്നതാണ്. അതുപോലെ കീബോർഡിൽ കൺട്രോൾ കീയും എസ് കീയും ഒരുമിച്ച് പ്രസ് ചെയ്തുകൊണ്ടും സേവ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ്, ക്ലോസ് ദ ഡോക്യുമെന്റ്. Now she wants to have lunch, so she closed the opened documents by following these given steps. Step 1. Click on File menu. Step 2. Click on Close button. അപ്പോൾ നമുക്കിത് എങ്ങനെ ക്ലോസ് ചെയ്യാൻ നോക്കാം. ഈ ഡോക്യുമെന്റ് നമുക്ക് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫയൽ മെനുവിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ക്ലോസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് സേവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലൊരു ഡയലോഗ് ബോക്സ് വരുന്നതാണ്. അപ്പോൾ നമുക്ക് അവിടെ സേവ് ചെയ്യാവുന്നതാണ്. നമ്മൾ സേവ് ചെയ്യാൻ മറന്നു കഴിഞ്ഞാൽ ഇങ്ങനെ സേവ് നമ്മൾ കൊടുക്കണം. അതല്ല ക്ലോസ് വിത്തൗട്ട് സേവിങ് ആണെങ്കിൽ സേവ് ചെയ്യാതെ ക്ലോസ് ആവുന്നതാണ്. അപ്പം ഇങ്ങനെ നമുക്ക് ക്ലോസ് ചെയ്യാവുന്നതാണ്. നോട്ട് ഫോർ സ്റ്റുഡൻസ്. ഓൾവേസ് റിമെമ്പർ ടു സേവ് ദ ഫയൽ ബിഫോർ ക്ലോസിങ്. അപ്പോൾ ഒരു ഡോക്യുമെൻ്റ് നമ്മൾ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഡോക്യുമെൻ്റ് നമുക്ക് നിശ്ചിത സമയത്തിനുള്ളിൽ തീർക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ പുസ്തകങ്ങളോ മാഗസിൻസോ ഒക്കെ തയ്യാറാക്കുമ്പോൾ നമുക്ക് ഒരുപാട് ദിവസങ്ങൾ തന്നെ എടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് എത്ര ആയിക്കോട്ടെ, ഒരു വരിയോ അല്ലെങ്കിൽ ഒരു സെൻറ്റൻസോ ഒരു പാരഗ്രാഫോ ആയിക്കോട്ടെ, നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സേവ് ചെയ്ത് വെക്കേണ്ടതാണ്. നമുക്ക് പവർ ഫെയിലിയറോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണത്താലോ നമ്മൾ ടൈപ്പ് ചെയ്തത് നഷ്ടപ്പെടാനുള്ള സാധ്യത കുറക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾക്ക് കമ്പ്യൂട്ടർ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് നിർബന്ധമായിട്ടും നമ്മൾ സേവ് ചെയ്ത് വെക്കണം. അതല്ലെങ്കിൽ പിന്നീട് നമുക്കത് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതല്ല. ഓക്കെ. നെക്സ്റ്റ്, ഓപ്പണിംഗ് ആൻ എക്സിസ്റ്റിംഗ് ഡോക്യുമെന്റ്. After lunch, Neha started working. She knows that the file My Typing was stored into Ubuntu.
She opened her story by following these steps. Step 1. Click on File menu. Step 2. Click on Open option. The Open dialog box appears. Step 3. Select the file My Typing as shown in figure 3.7. Step 4. Click on the Open button. The story she typed was opened in LibreOffice Writer as shown in figure 3.8. She was very happy and continued her typing. ഇവിടെ നേഹ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോയപ്പോൾ ഡോക്യുമെൻ്റൊക്കെ സേവ് ചെയ്തിട്ടാണ് ക്ലോസ് ചെയ്തത്. നേഹക്കറിയാം എന്താണ് നമ്മളിങ്ങനെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ എജുബുണ്ടോയിൽ നമ്മൾ മൈ ടൈപ്പിംഗ് എന്ന് പറഞ്ഞ ഫയൽ അത് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും അല്ലേ. ഇപ്പോൾ കമ്പ്യൂട്ടർ ഓഫ് ആക്കിയാലും സ്റ്റോർ ചെയ്തുകൊണ്ട് നമുക്ക് പിന്നീട് ഓപ്പൺ ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഓപ്പൺ ചെയ്യാനുള്ള സ്റ്റെപ്പുകളാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കാം. ലിബ്രെഓഫീസ് തുറന്നു വെച്ചതാണെങ്കിൽ നമുക്ക് ഫയലിൽ ഓപ്പണിൽ നമുക്ക് ഫയൽ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഏതാണ് ഓപ്പൺ ചെയ്യേണ്ട ആ ഫയൽ സെലക്ട് ചെയ്ത് കൊടുത്താൽ ഇതുപോലെ ഓപ്പൺ ആവുന്നതാണ്. She knows other two methods to open an existing document. They are 1. Click on Open icon on the standard toolbar. 2. Press the shortcut key Ctrl+O to open a file. അപ്പോൾ നേഹക്കറിയാം ഈ മെത്തേഡ് കൂടാതെ മറ്റ് 2 രീതിയിലും ഇത് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതെങ്ങനെയെന്ന് നോക്കാം. ലിബ്രെഓഫീസ് ഓപ്പൺ ആണെങ്കിൽ നമുക്ക് സ്റ്റാൻഡേർഡ് ടൂൾ ബാറിലുള്ള ഓപ്പൺ എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. നമുക്ക് അവസാനം തുറന്ന ഫയൽ റീസെൻ്റിൽ കാണാവുന്നതാണ്, അങ്ങനെ ഓപ്പൺ ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ ലിബ്രെഓഫീസിൻ്റെ ഇവിടെ വെച്ചിട്ടും ഓപ്പൺ ഫയൽ കൊടുത്ത് ചെയ്യാവുന്നതാണ്. നമുക്ക് ഓപ്പൺ അടിക്കുമ്പോൾ ഇതുപോലെ ഫയൽ സെലക്ട് ചെയ്ത് കൊടുത്ത് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ കീബോർഡിൽ കൺട്രോളും ഓയും ഒരുമിച്ച് പ്രസ് ചെയ്തുകൊണ്ടും ഓപ്പൺ ചെയ്യാവുന്നതാണ്. പ്രിന്റിംഗ് എ ഡോക്യുമെന്റ്. Neha completed her work and wanted to print the work. She loaded white paper into the printer tray and started to take a printout of the story. Let's see the steps she has done to print. Step 1. Click on File menu. Step 2. Click on Print option. The print dialog box appears. Step 3. Enter the page number and number of copies. Step 4. Click on OK button. She also knows some other method to print a document. They are: click on print icon on standard toolbar. 2. Press the shortcut key Ctrl+P. She is very happy now. Can you type and store like this? You can try in your lab sessions with the help of your computer teacher. അപ്പോൾ നേഹ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി എങ്ങനെയാണ് അതൊരു പേപ്പർക്ക് പ്രിൻ്റ് ചെയ്യുക എന്ന് നോക്കാം. അപ്പോൾ പേപ്പറിൽ പ്രിൻ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം പ്രിൻ്റർ വേണം, പിന്നെ പേപ്പർ വേണം അല്ലേ. അപ്പോൾ പ്രിൻ്ററിൽ പേപ്പർ നമുക്ക് അതിൻ്റെ ട്രയൽ ലോഡ് ചെയ്യാം. ലോഡ് ചെയ്ത ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഫയലിൽ പ്രിൻ്റ് ക്ലിക്ക് ചെയ്താൽ മതി. ഫയലിൽ പോവുക, അതിനുശേഷം പ്രിൻ്റ് എന്ന് പറഞ്ഞ ഓപ്ഷന് ക്ലിക്ക് ചെയ്യാം. അത് കൂടാതെ നമുക്ക് സ്റ്റാൻഡേർഡ് ടൂൾ ബാറിലുള്ള പ്രിന്റിന്റെ ഐക്കണിലും ക്ലിക്ക് ചെയ്യാം. അതല്ലെങ്കിൽ കീബോർഡിൽ പിയും കൺട്രോളും കൂടി ഒരുമിച്ച് പ്രസ് ചെയ്തിട്ടും നമുക്ക് പ്രിന്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ പ്രിന്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്ക് ഈ സ്റ്റോറി പ്രിന്റ് ചെയ്യാൻ ഫയലിൽ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം പ്രിന്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് കണ്ടു. നമുക്ക് പ്രിന്റ് പ്രിവ്യൂ ഇവിടെ കാണാവുന്നതാണ്. അതിനുശേഷം എത്ര കോപ്പിയാണ് നമുക്ക് വേണ്ടത് എന്നുള്ളത് ടൈപ്പ് ചെയ്തെടുക്കുക. നമുക്ക് 1 കോപ്പി ആണെന്നുണ്ടെങ്കിൽ 1 മതി. നമുക്ക് 10 കോപ്പി ആണെങ്കിൽ 10 ടൈപ്പ് ചെയ്തെടുത്ത് ഓക്കെ അടിക്കുന്നതോട് കൂടി പ്രിന്റർ 10 കോപ്പിയിൽ പ്രിന്റ് ചെയ്ത് തരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പ്രാവശ്യം പ്രിന്റ് എന്ന് കൊടുത്താൽ നമുക്ക് എത്ര കോപ്പി വേണമെങ്കിലും എടുക്കാവുന്നതാണ്. എക്സിറ്റ് LibreOffice. After she completes all her work, she needs to close the LibreOffice Writer. To close or exit LibreOffice Writer, follow these given steps.
Step 1. Click on File menu. Step 2. Click on Exit LibreOffice. Another quick way to closing the LibreOffice Writer is by clicking on Close button on the title bar. അപ്പോൾ നമുക്ക് LibreOffice റൈറ്ററിനെ എങ്ങനെ എക്സിറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഫയൽ മെനുവിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് എക്സിറ്റ് LibreOffice എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് LibreOffice നിന്ന് എക്സിറ്റ് ആവാം. അതല്ലെങ്കിൽ നമുക്ക് ടൈറ്റിൽ ബാറിലുള്ള സാധാരണ ചെയ്യണ ക്ലോസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടും LibreOffice നിന്ന് എക്സിറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് നമുക്ക് ലാബിൽ പ്രിന്റ് ചെയ്ത് കാണിക്കാനുള്ളതാണ്. തൽക്കാലം നമുക്കൊരു സാനിറ്റൈസറിന്റെ ബോട്ടിൽ ഒരു ലാബിൽ ക്രിയേറ്റ് ചെയ്ത് ഡിസൈൻ ചെയ്ത് അത് പ്രിന്റ് ചെയ്യുന്നത് ഒന്ന് കാണിക്കാം. എല്ലാവരും വീഡിയോ കാണാം.